ഹായ് ഗൈസ്, ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്യാനിരുന്നതാണ്. ആൾക്കാരൊക്കെ ബൈക്കിൽ കുക്ക് ചെയ്തൊക്കെ കഴിക്കുന്നതൊക്കെ നമുക്ക് കാണാം. പിന്നെ എന്താ നമ്മുടെ വിഷ്ണു ശരത്ത് ഇത്ര നേരം ക്യാമറയുടെ ബാക്കിലായിരുന്നു കേട്ടോ. അവനെ നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്, ഷൂട്ട് ചെയ്തിരിക്കുകയായിരുന്നു അവനെ. അപ്പോൾ അവനെ ഒന്ന് നമ്മുടെ ഫ്രെയിമിൽ കൊണ്ടുവരണ്ടേ, അതിനുള്ളൊരു പരിപാടിയാണ് ഈ സെൽഫി. അതെ, അപ്പം അതൊരു ഒമാനിയാണ്. പുള്ളിക്കാരൻ നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് പുള്ളിക്ക് മനസ്സിലായിട്ടോ, നമ്മുടെ വീഡിയോ എടുക്കുന്ന ചാനലുള്ളവരാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് പുള്ളി വന്നിട്ട് ഒരു ഹായ് ഒക്കെ കഴിച്ചിട്ട് പോയത്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാണ് നമ്മൾ മുമ്പേ ഇൻട്രോയിൽ പറഞ്ഞ മണ്ണുകൊണ്ടുള്ള വീടുകൾ. ഇവിടെ ഇപ്പോഴും ആളുകൾ താമസിക്കുന്നുണ്ട്. ഈ മല കണ്ടില്ലേ? ഈ മലയുടെ താഴെ നിന്നാണ് നമ്മുടെ ആ ചൂടുവെള്ളം വരുന്നത്. കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ഹോട്ട് സ്പ്രിംഗ്. സംഭവം സൂപ്പറാട്ടോ, നല്ല ഹെൽത്തി സാധനമാണ് ഈ വരുന്നത്. നമ്മുടെ ഭൂമിയായിട്ട് തന്നെ നമുക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടായാൽ മാറാൻ വേണ്ടിയിട്ടുള്ളൊരു മരുന്നുണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇതാ ഈ ഹോട്ട് സ്പ്രിങ്ങിൽ. അപ്പോൾ ഗായ്സ്, നമ്മുടെ കബാബ് ഉണ്ടാക്കാനുള്ള ഒരു പെട്ടിയാണ്. നമ്മൾ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഈ കനൽ മൊത്തം ഒന്ന് കത്തി വരണം. കത്തി വരുമ്പോൾ നമുക്കത് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ അടപ്പുണ്ട്. ഗ്ലാസ് പ്ലേറ്റ് ഇത്രയും ഗ്ലാസ് അടിക്കുന്ന പോരാ. ഇനി തീ പിടിച്ചു കഴിഞ്ഞാൽ ആളായിട്ടില്ല. ഞങ്ങൾ പ്രത്യേകം പറഞ്ഞു അയച്ചാൽ തീ കത്തിക്കാനുള്ള ഒരു ഫാനാണ്. അത് നിങ്ങൾക്കും വീട്ടിലുണ്ടാക്കാവുന്നേ. ഉണ്ടാ സംഭവം കത്തി സക്സസ്. അപ്പം നമ്മുടെ ചിക്കൻ്റെ പീസുകളെല്ലാം എന്താ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഈ കമ്പിലോട്ട് ഇങ്ങനെ കോർത്തെടുക്കണം. കോർത്തെടുത്തതിന് ശേഷം ഇത് ഈ കനലിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രം മതി. അത് നമുക്കിങ്ങനെ വെന്ത് കിട്ടും. കുറച്ച് എടുത്തിട്ടുള്ളൂ, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഉള്ളതുകൊണ്ട് അത് കുഴപ്പമില്ല. എന്തായാലും നമ്മുടെ ഫുഡിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു. അപ്പോൾ വിശപ്പൊക്കെ പോയി. ഇപ്പോൾ ഒരു ചെറിയൊരു ആഹാരം അത്ര മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ കുത്തി ഇളക്കാൻ വേണ്ടിയിട്ട് ഇതാണ്ട് ഒരു കമ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് കനലിലായതുകൊണ്ട് കുറച്ച് സമയം എടുക്കും വേവാൻ. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കുകയും ചെയ്യാം, കുറച്ച് സമാധാനം പഠിക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ രണ്ടാണ് കബാബ് ഉണ്ടാക്കുന്നതിനടുത്തുള്ള ഗുണങ്ങൾ. കഴിച്ചാലൊക്കെ എങ്ങനെ പോകുന്നു? ചാനൽ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയല്ലേ, അപ്പോൾ ആ ഒരു വീഡിയോയുടെ കുറവുണ്ട്. അപ്പോൾ നമ്മൾ റെഡിയാക്കുകയാണ്. നമ്മൾ അതിനുവേണ്ടിയുള്ള പ്രയത്നത്തിലായിപ്പോൾ. ശരി, ഞങ്ങളും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ടൈം കുറവാണ്. ടൈം ഭയങ്കര വിഷയമാണ്. നാട്ടിൽ പോകാറല്ലായോ? നാട്ടിൽ പോകാനൊക്കെ ടൈം കഴിഞ്ഞ്. ഈ ചാനൽ തുടങ്ങിയത് കാരണം ഇങ്ങനെ പോകാതെ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് വീശ വല്ലതും വേണം. വീശ അതിപ്പോൾ ഉള്ള ചിരട്ടയാണ് ചൂടാല്ലെങ്കിൽ. അപ്പം ഞങ്ങളുടെ ഹെൽപ്പ് വേണ്ടെന്നർത്ഥം. വേണ്ടല്ല, ഞങ്ങൾ കഴിച്ച് ഹെൽപ്പ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല. അപ്പോൾ എനിക്കാണ് കാര്യം. ഞാൻ ഫെബ്രുവരി പോകാനുള്ള പരിപാടിയാണ്. ചാനൽ കുറച്ചുകൂടെ ഒന്ന് ബൂസ്റ്റാക്കാൻ വേണ്ടി നാട്ടിൽ സെറ്റാക്കുന്നുണ്ട്. ചാനലിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. തിരിച്ചു പോരും. അങ്ങനെ ചെറിയ പ്ലാനൊക്കെയാണ്. നിങ്ങൾ ഈ കുക്കിങ്ങിൻ്റെ പരിപാടി മാത്രമേ ചെയ്യുന്നുള്ളൂ അതോ? അല്ലല്ല, ട്രാവൽ വ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. കുറച്ചും കൂടെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നമ്മളെ വിളിച്ചിട്ടുണ്ട്. അവിടോട്ട് ചെല്ലാനൊക്കെ ആയിട്ട്. ആ സ്ഥലമൊക്കെ പിന്നെ പറയാം. സസ്പെൻസാണ്. നല്ല പരിപാടിയായിരിക്കും. നല്ല രീതിയിൽ പോകണമെന്നുള്ളൊരു രീതിയിൽ തന്നെയാണ്. എന്തായാലും ചാനൽ നമ്മൾ വിടത്തില്ല. നമ്മളെ വിളിച്ച് ഇപ്പോൾ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞതാണ്. അതെ, നമ്മൾ ഈ മെല്ലെ ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ രുചി എന്ന് പറയാതെ എനിക്ക് പറഞ്ഞാൽ മനസ്സിലായി. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി തന്നെ കഴിയുമ്പോൾ ഈ ഫുഡ് ടേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണെന്നുള്ളത്.
ഇത് സത്യം പറഞ്ഞാൽ നമുക്കൊരു നൊസ്റ്റാൾജിയ ഫീലിങ്സ് ഉണ്ട്. നമ്മുടെ വയലിൻ്റെ കരയിലും തോടിൻ്റെ കരയിലും ഒക്കെ നമ്മുടെ ചെറിയ പാലം പിന്നെ ഒരു ഫീലുണ്ട്. ഇവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും. നമ്മൾ വന്നിട്ട് അന്നേരം നമുക്ക് ചാനലില്ലായിരുന്നു. മുമ്പ് വരുന്ന സമയത്ത് നമുക്ക് ചാനലില്ലായിരുന്നു. അപ്പോൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നത് കാരണം ഷൂട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കും. എന്നാലും യാദൃശ്യമായിട്ട് നിങ്ങളെ ഇവിടെ വെച്ച് കാണാനും പറ്റി, അടിപൊളിയാക്കാൻ പറ്റി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്തെങ്കിലും മഞ്ഞ കളറായിരുന്നു കബാബ്. മസാല മാറിയത് വിഷ്ണുവേ ഇടുവാ. നമുക്ക് വലിയൊരു സർപ്രൈസ് ആയിപ്പോയി നിങ്ങളെ വിളിച്ച് കണ്ടത്. നമ്മുടെ സാധനം ഏകദേശം റെഡി ആയിട്ടുണ്ടല്ലേ? റെഡി എന്ന് പറയാം, നോക്കണം. സെറ്റായില്ലേ? സെറ്റ് ആയിട്ടുണ്ട് സാധനം. ഓക്കെ, എടുക്കട്ടെ. ഇതിൻ്റെ പരിഗണന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. സെറ്റായി. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞു. നമ്മുടെ കള്ളുമുള്ളിലെ ടീംസ് ഉണ്ട്, നമ്മുടെ ശരത്ത്, വിഷ്ണു എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ വെച്ചാൽ? അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് അടുത്ത വീഡിയോകൾ ചെയ്യാനുള്ളൊരു പ്രചോദനമാകുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക്സ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിലും നമ്മൾ നല്ലൊരു വെറൈറ്റി ആയിട്ട് ഒരു സ്ഥലം കൊണ്ടുവരും. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.